നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ ദിവസം 10 പ്രതികൾക്കും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയത്. ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു കോടതി. അതിനുശേഷമാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുക എന്ന തീരുമാനത്തിലേക്ക് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S നസീറ എത്തിയത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നും ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാറും ED അഭിഭാഷകൻ സന്തോഷ് ജോസും വാദിച്ചിരുന്നു. ഈ സന്തോഷ് കുമാർ, അതായത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാർ ഗീനാകുമാരിക്ക് പകരമെത്തിയ ഉദ്യോഗസ്ഥനാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ആരോപണ വിധേയായിരുന്നു. അതായത് പോലീസിന്റെ വാദമൊന്നും കേൾക്കാതെ 9ാം പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന തരത്തിലേക്ക് നീക്കങ്ങൾ നടത്തിയെന്ന ആരോപണമാണ് ഗീനാകുമാരി നേരിട്ടത്. ഇതിന്റെ പേരിൽ ഇവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. ആ സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാർ. എന്തായാലും ശക്തമായ വാദമാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അരങ്ങേറിയത്. പ്രതികളുമായി യാതൊരു മുൻവിരോധവും ഇല്ലാതിരുന്ന സർക്കാർ ജീവനക്കാരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാണ് പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതികളുടെ പ്രവൃത്തി ലഘൂകരിച്ച് കാണാൻ കഴിയില്ല. അക്കാര്യം കോടതി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകുമെന്നും പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചു. ഇതിനു പിന്നാലെയാണ് ജഡ്ജി ദൃശ്യങ്ങൾ പരിശോധിച്ചത്. CMRL എക്സാലോജിക് വിവാദ സാമ്പത്തിക ഇടപാട് കേസിലെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആവശ്യപ്പെട്ടിരുന്നു. CMRL കേസിലെ അന്വേഷണം പ്രമുഖ വ്യക്തികളിലേക്ക് നീണ്ടാൽ പ്രതികളിൽ നിന്ന് സമാനമായ പ്രതിഷേധം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അന്വേഷണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുകയും ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഭിഭാഷകൻ സന്തോഷ് ജോസ് സെഷൻസ് കോടതിയെ അറിയിച്ചിരുന്നു. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിന് നേരത്തെ ജാമ്യം കിട്ടിയതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്നും അതുകൊണ്ട് പ്രതികൾ റിമാൻഡിൽ തുടരേണ്ടതില്ലെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പറഞ്ഞത് പോലീസിന്റെ അഭിപ്രായമായിരുന്നില്ല എന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. കേസിലെ പ്രതികൾ ആർക്കും EDയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ പാർട്ടിക്ക് വിരോധമുണ്ട്. പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയിരുന്നില്ലെങ്കിൽ പോലീസിന്റെയും മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്തരമൊരു ആക്രമണം നടത്താൻ പ്രതികൾക്ക് ധൈര്യം ഉണ്ടാകുമായിരുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് വലിയ പരിക്കേറ്റിട്ടില്ല എന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ല. കണ്ണിന് പരിക്കേറ്റിട്ടും വാഹനം ഓടിച്ച ടാക്സി ഡ്രൈവറുടെ മനോധൈര്യം, ആ ഒരു മനോധൈര്യം കൊണ്ടാണ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്ത് നിന്നും കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്നും EDയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയുണ്ടായി. ശക്തമായ വാദം മുന്നോട്ട് വെച്ചു. ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് 10 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. 10 പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുള്ള വിധിയിൽ കടുത്ത പരാമർശങ്ങളാണ് പ്രതികൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതികളെ പുറത്തുവിട്ടാൽ ED ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നും വിധിയുടെ പകർപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി EDക്ക് മുന്നോട്ട് പോയേ പറ്റൂ. പ്രതികൾ പുറത്തിറങ്ങിയാൽ ആക്രമണം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയും കേസിൽ പ്രതികളെ പിടികൂടാനുണ്ട്. മറ്റു പ്രതികളുടെ അറസ്റ്റും ഇവർ തടസ്സപ്പെടുത്താൻ ഇടയുണ്ട്. സാക്ഷികളെ ഭീഷണിപ്പെടുത്തി അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതയുമുണ്ടെന്നും കോടതിയുടെ വിലയിരുത്തൽ. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് CPM പ്രവർത്തകരായ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഉത്തരവ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യം പരിഗണിച്ചാണ് കോടതി ദൃശ്യങ്ങൾ പരിശോധിച്ചത്. എന്തായാലും ഗീനാകുമാരിക്ക് ഏറ്റ ഒരു കനത്ത പ്രഹരമായിട്ടാണ് ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയതിനെ വിലയിരുത്തപ്പെടുന്നത്. അതായത് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഈ കേസിലെ ഒരു 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ജാമ്യം കിട്ടിയതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. ഗീനാകുമാരിയുടെ നടപടി വിവാദമായതിനു പിന്നാലെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സന്തോഷ് കുമാറിനെ നിയമിച്ചത്. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു അടക്കമുള്ള പ്രതികളുടെ ജാമ്യ ഹർജിയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S നസീറ പരിഗണിച്ചത്. പരിശോധന നടത്താൻ വന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക എന്ന കുറ്റം ആര് നടത്തിയാലും അത് ചെറുതായി കാണാൻ കഴിയില്ല എന്നായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വാദം. ആക്രമണത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അന്വേഷണം പൂർത്തിയായി എന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പറഞ്ഞത് ശരിയല്ല. പ്രതികൾ നടത്തിയത് ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. പ്രതികളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണം. രാജ്യത്തിന് തന്നെ അപമാനം തോന്നിപ്പിക്കുന്ന ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ തടയുവാൻ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വാദിച്ചിരുന്നു. 9ാം പ്രതിക്ക് ജാമ്യം കിട്ടിയത് കൊണ്ട് മറ്റു പ്രതികൾക്ക് ജാമ്യം നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നും
SPP വ്യക്തമാക്കിയിരുന്നു. ആക്രമണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതികൾ കേന്ദ്ര ഏജൻസിയോടുള്ള വിരോധം പ്രകടിപ്പിച്ചതാണെന്നും ഇഡിയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിക്കുകയുണ്ടായി. ഇപ്പോൾ ഇത്തരം ആക്രമണം ചെറുതായി കണ്ടാൽ ഭാവിയിൽ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇത് ആവർത്തിക്കപ്പെടുമെന്നും ഇഡി വാദിച്ചു. കേസിൽ 9ാം പ്രതി ആനേറ സ്വദേശി ഹരീഷ് കുമാറിന് ജാമ്യം കിട്ടിയതിന് പിന്നാലെയായിരുന്നു കൂടുതൽ പ്രതികൾ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. എന്തായാലും 10 പേരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. നിലവിൽ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയായിരുന്നു കോടതി ആ ഒരു ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. അവരെ പുറത്തുവിട്ടാൽ ഇനിയും ഇഡിക്ക് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇഡിയുടെ ജീവന് വരെ ഭീഷണിയാകാനുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് 10 പേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. എന്തായാലും ഗീനാകുമാരിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അതെല്ലാം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. എന്തായാലും തന്നെ ആ സ്ഥാനത്ത് നിന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പദവിയിൽ നിന്ന് നീക്കിയ ഒരു തീരുമാനത്തിൽ പ്രതികരണവുമായി നേരത്തെ ഗീനാകുമാരി രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഗീനാകുമാരിയുടെ പ്രതികരണം. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ടവരെ, 2016 ഡിസംബർ മാസം 24-ാം തീയതി മുതൽ സർക്കാർ അഭിഭാഷകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇക്കഴിഞ്ഞ 9.5 വർഷ കാലയളവിൽ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും കേസുകൾ കൈകാര്യം ചെയ്യാനായി എന്ന ചാരിതാർത്ഥ്യത്തോടെ ഇന്ന് വിടവാങ്ങുകയാണ്. തീർച്ചയായും അനിവാര്യമായ വിടവാങ്ങലാണെങ്കിലും ചില മാധ്യമങ്ങൾ പ്രതികാര നടപടി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഉത്തരവിൽ അങ്ങനെയൊന്നുമില്ല. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് കോടതി മുമ്പാകെ ഹാജരാക്കുകയും അതിനനുസരിച്ച് തന്നെ ജാമ്യ ഹർജി വാദം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഗൗരവമുള്ളതും അല്ലാത്തതും രാഷ്ട്രീയ സംഘടനകൾ, കൊലപാതകം, ബലാത്സംഗം ഉൾപ്പെടെ 100 കണക്കിന് കേസുകളിൽ ജാമ്യ ഹർജിയിൽ വാദം പറയുകയും വിചാരണ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിമാരുടെ MLA-മാരുടെ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ LDF, UDF, NT എന്ന പക്ഷപാതിത്വം കാണിച്ചിട്ടില്ല. നിയമത്തിനും നീതിബോധത്തിനും കോട്ടം തട്ടുന്ന തരത്തിൽ ഒരു ഇടപെടൽ ഇക്കാലയളവിൽ ഒരു കേസിലും നടത്തിയിട്ടില്ല. ഇനിയും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. എന്നെ സർക്കാർ ഏൽപ്പിച്ച കർത്തവ്യം പരമാവധി ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമുണ്ട്. ഇക്കാലയളവിൽ തന്നോടൊപ്പം തന്റെ സഹ അഭിഭാഷകർ, സീനിയർ, ജൂനിയർ അഭിഭാഷകർ, ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ഓഫീസിലെ ജീവനക്കാർ, പ്രോസിക്യൂഷൻ തുടങ്ങി പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്. അവരുടെ സഹായത്തോടു കൂടി അല്ലാതെ എനിക്ക് ഓഫീസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. എല്ലാവർക്കും നന്ദി. അഭിഭാഷക വൃത്തിയിൽ തെളിമയോടെ ഇനിയും ഉണ്ടാകുമെന്നായിരുന്നു ഗീനാകുമാരി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്.